നമുക്ക് അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. നമുക്ക് ആ ചേർത്തലയിലേക്കൊന്ന് പോകണം. തിരോധാന കേസുകളിൽ ചുരുളഴിക്കാൻ പോലീസ്. പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് തുടരുന്നു. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ കൊന്തയും 2 വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വീടിന് പിന്നിലുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധിക്കുകയാണ്. നേരത്തെ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒരിടത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി ശരത് എസ് ശരണും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശരത്തിലേക്ക്. ശരത്ത്, ഇപ്പോൾ എവിടെയാണ് പരിശോധിക്കുന്നത്? ഇതുവരെ എന്തൊക്കെ കിട്ടി? സുസിയ, മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സെബാസ്റ്റ്യന്റെ വീടിന്റെ പുറകുവശത്തുള്ള പരിശോധന നിലവിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വീടിന്റെ തെക്ക് ഭാഗത്താണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. തന്നെ അസ്ഥി കഷ്ണങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നീട് പലയിടങ്ങളിലായി കുഴിയെടുത്തും ഒപ്പം കുളം വറ്റിച്ചുമടക്കം പരിശോധന നടത്തി. നിലവിൽ എന്തായാലും ഇപ്പോഴും കുഴിയെടുത്തുള്ള പരിശോധനയാണ് തുടരുന്നത്. വീടിന് പുറകുവശത്തുള്ള കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ ചില വസ്ത്രങ്ങളുടെ ചില ഭാഗങ്ങളടക്കം കണ്ടെത്തിയിരുന്നു. ഒപ്പം കൊന്തയടക്കമുള്ള ഭാഗങ്ങളും ഇത്തരത്തിൽ പോലീസ് നായയെ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിൽ കൊന്തയടക്കമുള്ള ചില വസ്തുക്കളും കണ്ടെത്തി. അങ്ങനെ കേസിന് നിർണായകമാകുന്ന ചില തെളിവുകൾ എന്തായാലും അന്വേഷണ സംഘത്തിന് നിന്ന് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഉൾപ്പെടെ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാകും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. എന്തായാലും സെബാസ്റ്റ്യനെ ഇവിടെ ഇപ്പോഴും ഈ വീട്ടിലിരുത്തിയുള്ള തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ശരണിലേക്ക് കൂടി പോവുകയാണ്. ഗുഡ് ഈവനിംഗ് എസ് എസ് ശരൺ. അസ്ഥി കഷ്ണങ്ങളൊക്കെ കത്തിക്കാൻ വരെ ശ്രമിച്ചിരുന്നു. കടാവർ നായയെ എത്തിച്ചുള്ള പരിശോധനയിൽ ഒരു കൊന്തയും കിട്ടിയിട്ടുണ്ട്. അവിടെ എത്തിച്ച സ്ത്രീകൾ എത്ര പേരാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല, അല്ലേ ശരൺ? സുജിയ, 4 പേരുടെ തിരോധാന കേസിലാണ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമടക്കമാണ് ക്രൈംബ്രാഞ്ചിന് ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ അത് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നത്. അതിന് കാരണം 8 ദിവസത്തേക്കാണ് നേരത്തെ ഈ പ്രതിയായ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. കഴിഞ്ഞ 4 ദിവസം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്ന് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അയാൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ ഇയാളുടെ പ്രായം അത് 70 വയസ്സോളം അടുക്കുകയാണ്. അപ്പോൾ 70 വയസ്സോളം ഉള്ളതിനാൽ തന്നെ സെബാസ്റ്റ്യനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന് പരിമിതികളും ഉണ്ടായിരുന്നു. ഈ ഒരു വെല്ലുവിളികളൊക്കെ മറികടക്കാനാണ് ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്ന്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്ത് വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഒരു വശത്ത് തെളിവെടുപ്പ് നടപടികൾ നടക്കുമ്പോൾ തന്നെ, അതായത് അസ്ഥികളടക്കം കണ്ടെടുക്കുമ്പോൾ തന്നെയാണ് സെബാസ്റ്റ്യനെ വീട്ടിനകത്തിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടന്നിരുന്നത്. ക്രൈംബ്രാഞ്ച് SP യുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. ആദ്യം മുതൽ തന്നെ നിസ്സഹകരണം ഇപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് എന്നുള്ളത്, അതായത് ഇനി ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. ഒരു കുളം വൃത്തിയാക്കിയുള്ള പരിശോധന അല്ലെങ്കിൽ കുളം പറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇനി വീടിനുള്ളിൽ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ പരിശോധനയിൽ കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ വീട്ടിൽ പലയിടങ്ങളിലായി പരിശോധനകൾ തുടരുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ധർമ്മസ്ഥലയിൽ ദുരൂഹത എന്ന് നമ്മൾ പറഞ്ഞിട്ട് ചേർത്തലയിലാണ് ശരിക്കും ദുരൂഹത എന്നുള്ളതാണ് ഈ കുഴിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കത്തിച്ച അസ്ഥി, കത്തിക്കാത്ത അസ്ഥി, ആരുടെയൊക്കെ അസ്ഥിയാണോ എന്തോ.